നമസ്കാരം. റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന ലോക പ്രശസ്ത പുസ്തകത്തിൻ്റെ മലയാള സംഗ്രഹത്തിലേക്ക് സ്വാഗതം. ഇത് പാർട്ട് 4 ആണ്. ഇത്തരത്തിലുള്ള സാമ്പത്തിക അറിവുകൾ, പുസ്തക സംഗ്രഹങ്ങൾ, ജീവിതം മാറ്റുന്ന പാഠങ്ങൾ നിങ്ങൾക്ക് തുടർച്ചയായി ലഭിക്കണമെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്നത്തെ ഭാഗത്തിൽ നാം പണത്തിൻ്റെ യഥാർത്ഥ നിയമങ്ങൾ, സമ്പന്നരുടെ ചിന്താഗതികൾ, ക്യാഷ് ഫ്ലോയുടെ ശക്തി, പണത്തെ നമ്മൾക്കായി പ്രവർത്തിപ്പിക്കുന്ന രഹസ്യങ്ങൾ എന്നിവയെക്കുറിച്ച് വിശദമായി പഠിക്കാം. നിങ്ങൾ കേൾക്കുന്നത് ജീവിതം മാറ്റുന്ന അറിവുകളാണ്. അപ്പോൾ തുടങ്ങാം. പണം ഉണ്ടാക്കുന്നതല്ല, പണം നിങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യുന്നതാണ് യഥാർത്ഥ സമ്പത്ത്. പാവപ്പെട്ടവർ പണം നേടാൻ കഠിനമായി ജോലി ചെയ്യുന്നു. സമ്പന്നർ ഒരു കാര്യമാണ് ചെയ്യുന്നത്: അവർ പണം ഉപയോഗിച്ച് കൂടുതൽ പണം ഉണ്ടാക്കിക്കുന്നു. റിച്ച് ഡാഡ് പറയുന്നത് പോലെ, പണം നിങ്ങൾക്കായി ജോലി ചെയ്യാനുള്ള സംവിധാനങ്ങൾ തന്നെയാണ് യഥാർത്ഥ ആസ്തികൾ. നിങ്ങൾ ജോലി നിർത്തിയാലും നിങ്ങൾക്ക് വരുമാനം തുടരുമെങ്കിൽ അതാണ് സാമ്പത്തിക സ്വാതന്ത്ര്യം. ക്യാഷ് ഫ്ലോ മനസ്സിലാക്കാത്തവർ സമ്പന്നരാകില്ല. നിങ്ങൾ എത്ര പണം സമ്പാദിക്കുന്നു എന്നതല്ല പ്രധാനപ്പെട്ടത്. നിങ്ങൾക്ക് വരുന്നതെത്ര, പോകുന്നതെത്ര, ശേഷിക്കുന്നതെത്ര, അതാണ് ജീവിതം നിർണ്ണയിക്കുന്നത്. ഒരു സമ്പന്നന്റെ ജീവിതത്തിൽ ക്യാഷ് ഫ്ലോ സ്ഥിരമാണ്. അവൻ ചെലവുകൾ കുറയ്ക്കുന്നതല്ല ചെയ്യുന്നത്. അതിനു പകരം വരുമാനത്തിന്റെ ഉറവകൾ വർദ്ധിപ്പിക്കുന്നു. അദ്ദേഹം പറയുന്നു, നിങ്ങളുടെ പോക്കറ്റിൽ പണം ഒരു നദി പോലെ ഒഴുകി വരണം. അതാണ് ക്യാഷ് ഫ്ലോ. ആസ്തികളും ബാധ്യതകളും, ജീവിതം മാറ്റുന്ന വ്യത്യാസം. പാവപ്പെട്ടവർ വീടിനെയും കാറിനെയും ആസ്തിയെന്ന് കരുതുന്നു. പക്ഷേ റിച്ച് ഡാഡ് പറയുന്നു, ആസ്തി പണം വർദ്ധിപ്പിക്കുന്നു, ബാധ്യത പണം ചോർത്തുന്നു. ആസ്തി എന്നത് വരുമാനമുണ്ടാക്കുന്ന കാര്യങ്ങൾ. ഉദാഹരണം: വാടക വരുമാനം, ഓഹരികൾ, ബിസിനസ്, ഇന്റലക്ച്വൽ ആസ്തികൾ, ഓട്ടോമാറ്റഡ് ഓൺലൈൻ വരുമാനം. ബാധ്യത എന്നത് നിരന്തരം ചെലവുണ്ടാക്കുന്ന കാര്യങ്ങൾ. ഉദാഹരണം: EMI, കാർ ലോൺ, പേഴ്സണൽ ലോൺ, ലൈഫ് സ്റ്റൈൽ എക്സ്പെൻസസ്. സമ്പത്തിനെ പടുത്തുയർത്താൻ ഒരു നിയമം മാത്രം: ബാധ്യതകൾ കുറയ്ക്കുക, ആസ്തികൾ വർദ്ധിപ്പിക്കുക. അവസരം കാണുക, ഭയം കാണാതിരിക്കുക. അതാണ് സമ്പന്നരുടെ ചിന്ത. പലർക്കും ഒരു പുതിയ അവസരം വരുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് നഷ്ടത്തെക്കുറിച്ചുള്ള ചിന്തകളാണ്. ഇത് പാളിയാൽ, പണം പോയാൽ, എനിക്കിത് പറ്റുമോ എന്ന ചോദ്യങ്ങൾ അവരെ മുന്നോട്ടു പോകുന്നതിൽ നിന്ന് തടയും. എന്നാൽ റിച്ച് ഡാഡ് പറയുന്നത് സമ്പന്നരുടെ ചിന്ത ഇതിൽ നിന്ന് പൂർണ്ണമായും വിരുദ്ധമാണെന്നാണ്. അവർ അവസരങ്ങളെ ഭീഷണിയായി കാണുന്നില്ല, മറിച്ച് പഠിക്കാനുള്ള വാതിലായാണ് കാണുന്നത്. അവർ ചോദിക്കുന്ന ചോദ്യം ഇതാണ്: ഇതെങ്ങനെ പഠിക്കാം? എങ്ങനെ ഇതിൽ കൂടുതൽ ബുദ്ധിയോടെ നീങ്ങാം? സമ്പന്നർ എല്ലാം അറിയുന്നവരല്ല, പക്ഷെ അവർ അറിയാത്തത് സമ്മതിക്കുകയും പഠിക്കാൻ തയ്യാറാകുകയും ചെയ്യും. അവർക്കറിയാം, അറിവ് കൂടുന്നിടത്താണ് ആത്മവിശ്വാസം വളരുന്നത് എന്ന്. അതിനാലാണ് സമ്പന്നർ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വികാരങ്ങൾക്ക് വഴങ്ങാതെ ബുദ്ധിയെയും അനുഭവത്തെയും ആശ്രയിക്കുന്നത്. അവർ സമയമെടുത്ത് പഠിക്കുന്നു, ചെറുതായി പരീക്ഷിക്കുന്നു. ഫലം കണ്ട ശേഷം മാത്രമാണ് വലിയ ചുവടുവയ്പ്. ജീവിതത്തിൽ മുന്നോട്ടു പോകാൻ ഏറ്റവും വലിയ മാറ്റം സംഭവിക്കുന്നത് ചിന്തയിലാണ്. പ്രശ്നം കാണുന്ന മനസ്സ് നിൽക്കും, സാധ്യത കാണുന്ന മനസ്സ് വളരും. ഇതാണ് സമ്പന്നരും സാധാരണക്കാരും തമ്മിലുള്ള യഥാർത്ഥ വ്യത്യാസം. പണം നഷ്ടപ്പെടാതിരിക്കാൻ റിച്ച് ഡാഡ് പറയുന്ന നിയമങ്ങൾ. റൂൾ 1: നിങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കാത്ത കാര്യങ്ങളിൽ ഒരിക്കലും നിക്ഷേപം ചെയ്യരുത്. റൂൾ 2: ഒരു വരുമാന ഉറവിടത്തിൽ മാത്രം ആശ്രയിച്ച് ജീവിക്കരുത്. റൂൾ 3: അത്യാഗ്രഹം ഒഴിവാക്കുക. നല്ല അവസരങ്ങൾക്ക് സമയം ആവശ്യമാണ്. റൂൾ 4: അമിത റിസ്ക് ഇല്ലാത്ത അവസരങ്ങൾ തേടുക. അറിവാണ് ഏറ്റവും വലിയ സുരക്ഷ. റൂൾ 5: നിങ്ങൾക്കായി പ്രവർത്തിക്കുന്ന സംവിധാനങ്ങൾ നിർമ്മിക്കുക. ആളുകൾ, ഓട്ടോമേഷൻ, ഡിജിറ്റൽ വരുമാന മാർഗങ്ങൾ. സമ്പന്നർ റിസ്ക് എടുക്കുന്നു, പക്ഷേ അത് കണക്കുകൂട്ടിയ റിസ്ക് ആയിരിക്കും. അവർ റിസ്ക് എന്ന വാക്കിനെ അറിവ്,
പ്ലസ് തയ്യാറെടുപ്പ് എന്ന അർത്ഥത്തിലേക്കാണ് മാറ്റുന്നത്. പണത്തെക്കുറിച്ച് പഠിക്കാത്തവർക്ക് ജീവിതം മുഴുവൻ പണത്തിനായി പണിയെടുക്കണം. സ്കൂൾ നമ്മെ പണം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പഠിപ്പിക്കുന്നില്ല. നമ്മൾക്ക് പഠിപ്പിക്കുന്നത് ജോലി ചെയ്യുക, ശമ്പളം വാങ്ങുക, ബില്ലടയ്ക്കുക എന്ന ചക്രം. റിച്ച് ഡാഡ് പറയുന്നു, പണത്തെക്കുറിച്ച് പഠിക്കാത്തവർക്ക് പണമെന്ന ഒരു അധിപനാണ്. പക്ഷേ പണത്തെക്കുറിച്ച് പഠിച്ചവർക്ക് പണം ഒരു സേവകനാണ്. പണത്തെക്കുറിച്ച് പഠിക്കുക എന്നത് ഉദ്ദേശിക്കുന്നത് പണം എങ്ങനെ വർദ്ധിപ്പിക്കാം, എങ്ങനെ സംരക്ഷിക്കാം, എങ്ങനെ നിക്ഷേപിക്കാം, എങ്ങനെ മാനേജ് ചെയ്യാം എന്നു മനസ്സിലാക്കുക എന്നതാണ്. നിങ്ങളുടെ ഭാവി ഇന്ന് തുടങ്ങൂ. ചെറിയ ആസ്തികളാണ് വലിയ സമ്പത്ത്. ഇന്ന് തന്നെ 500 രൂപ കൊണ്ട് പോലും ഒരു ആസ്തി തുടങ്ങാം. ചെറുതായാലും തുടങ്ങുക. ഓഹരി വാങ്ങുക, ഓൺലൈൻ സൈഡ് വരുമാനം തുടങ്ങുക, ഒരു ചെറിയ ഡിജിറ്റൽ ഉൽപ്പന്നം നിർമ്മിക്കുക, റിയൽ എസ്റ്റേറ്റിനെ കുറിച്ച് പഠിക്കുക. നിങ്ങളുടെ വലിയ ലക്ഷ്യത്തിലേക്കുള്ള ആദ്യ പടിയാണ് ചെറിയ ആസ്തി. ഇതാണ് റിച്ച് ഡാഡ് പൂർ ഡാഡ് പുസ്തകത്തിലെ ഏറ്റവും ശക്തമായ പാഠങ്ങൾ. പണം നിങ്ങൾക്കായി പ്രവർത്തിപ്പിക്കുക, ക്യാഷ് ഫ്ലോ മനസ്സിലാക്കുക, ആസ്തികളുണ്ടാക്കുക, ഭയം വിട്ട് ധൈര്യമായ തീരുമാനങ്ങൾ എടുക്കുക. ഇതാണ് സമ്പത്തിന്റെ യഥാർത്ഥ പാത. ഇത്തരത്തിലുള്ള മലയാളത്തിൽ ലളിതമായി വിശദീകരിക്കുന്ന ഫിനാൻസ് വീഡിയോകൾ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യാനും മറക്കരുത്. ഭാഗം 5 ഉടൻ വരും. നന്ദി.